പണ്ടുകാലത്ത് ബർമ എന്നറിയപ്പെട്ടിരുന്ന മ്യാൻമാർ ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ബ്രിട്ടീഷുകാരായിരുന്നു ബർമ ഭരിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായി ബർമ രൂപപ്പെട്ടു. മനോഹരമായ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളും പ്രകൃതി രമണീയമായ ചുറ്റുപാടുകളും നല്ല പെരുമാറ്റമുള്ള ജനങ്ങളും ഇവിടെയുണ്ടെങ്കിലും കലാപവും കൊള്ളിവെപ്പും നിറഞ്ഞ അന്തരീക്ഷം ബർമയുടെ പുരോഗതിക്ക് തടസ്സമാകുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആങ് സാൻ സൂയിക്ക് പട്ടാളത്തിന്റെ മർക്കടമുഷ്ടിക്ക് കീഴിൽ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. രാഷ്ട്രീയമായ അസ്ഥിരതയും വിഭാഗീയമായ അക്രമങ്ങളും അഴിമതിയും പ്രാഥമിക സൗകര്യങ്ങളുടെ അപാകതയും ബർമയെ ഒരു കലാപകലുഷിതമായ രാജ്യമായി മാറ്റിയിരിക്കുന്നു. ബുദ്ധസന്യാസിമാർക്ക് അസാധാരണമായ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് ബർമ. മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമായതുകൊണ്ട് ഇവിടെ പുരോഗതിയുണ്ടാക്കുവാൻ വലിയ പ്രയാസമുണ്ട്. 89% ജനങ്ങളും ബുദ്ധമത വിശ്വാസികളാണ്. ബർമയിലെ ജനസംഖ്യയിൽ 7% ക്രിസ്ത്യാനികളാണെന്നും 4% മുസ്ലിങ്ങളാണെന്നും ഗവൺമെന്റിന്റെ കണക്കുകൾ പറയുന്നു. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യത്തിലധികം ഇടപെടുന്ന ഒരു പുരോഹിത വർഗമാണ് ബർമയിലെ ബുദ്ധസന്യാസികൾ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അധികാരം പിടിച്ചെടുക്കുവാൻ സന്യാസിമാർ നടത്തിയ ശ്രമം വിജയിച്ചില്ല. 700ഓളം സന്യാസികളെ അറസ്റ്റ് ചെയ്യുകയും ഏതാനും സന്യാസി നേതാക്കന്മാരുടെ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്ത ഈ സംഘർഷം അടിച്ചമർത്താൻ ബർമയിലെ പട്ടാളത്തിന് സാധിച്ചു. എങ്കിലും ഇപ്പോഴും മതവിശ്വാസം രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുവാൻ ബുദ്ധമത സന്യാസികൾ ഗവൺമെന്റിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബർമയിലെ റോഹിംഗ്യ മുസ്ലിങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയത് ഇത്തരത്തിൽ ഒരു വർഗീയ വികാരം ബർമയിലെ ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. 3000ഓളം ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് റോഹിംഗ്യ മുസ്ലിങ്ങൾ നാടുവിട്ട് പോകേണ്ടി വരികയും ചെയ്തു. തങ്ങളുടെ പൂർവികരുടെ നാടായ ബംഗ്ലാദേശിലേക്കാണ് ഭൂരിഭാഗം റോഹിംഗ്യ മുസ്ലിങ്ങളും പലായനം ചെയ്തത്. 10 ലക്ഷത്തോളം റോഹിംഗ്യ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലെത്തിയപ്പോൾ അവർക്ക് വേണ്ട താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കാൻ ബംഗ്ലാദേശ് വളരെ പ്രയാസപ്പെട്ടു. ലോകബാങ്ക് ബംഗ്ലാദേശിന് $500 ബില്യൺ ധനസഹായം നൽകിയതോടുകൂടി അവർക്ക് വേണ്ട താമസ സൗകര്യം ചതുപ്പ് പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് ഒരുക്കിയിട്ടുണ്ട്. 40,000ഓളം റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും താമസിക്കുന്നുമുണ്ട്. ബർമയിലെ ഏറ്റവും വലിയ നഗരം മുമ്പ് റംഗൂൺ എന്നറിയപ്പെട്ടിരുന്ന യാങ്കോൺ ആണ്. തലസ്ഥാന നഗരി നായ്പൈ ഡ ആണെങ്കിലും വിദേശ എംബസികളും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും പ്രവർത്തിക്കുന്നത് യാങ്കോൺ നഗരത്തിൽ നിന്ന് തന്നെയാണ്. ബ്രിട്ടീഷ്, ചൈനീസ്, ഇന്ത്യൻ സംസ്കാരങ്ങൾ ഇടകലർന്ന ഒരു സംസ്കാരമാണ് യാങ്കോൺ നഗരത്തിലുള്ളത്. അന്തർദേശീയ നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും യാങ്കോൺ നഗരത്തിലുണ്ട്. യാങ്കോൺ നഗരത്തിലെ കൈസു കിച്ചൻ പാശ്ചാത്യ രീതിയിലുള്ള ഫ്രൈഡ് ചിക്കനും ബർഗേഴ്സും സിംഗപ്പൂർ ശൈലിയിലുള്ള ഭക്ഷണവും നൽകുന്നു. യാങ്കോൺ നഗരത്തിലെ ലൊട്ടേറിയ ചൈന ടൗണിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും മികച്ച ഫ്രൈഡ് ചിക്കനാണ് ഓഫർ ചെയ്യുന്നത്.